മുട്ടിക്കൊമ്പനാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. കാരണം അതിന്റെ ചലനങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു. ഞങ്ങൾ പിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അവരുടെ രീതിയിലുള്ള കാര്യങ്ങൾ ഇത് വന്നിട്ടില്ല. ഈ ആന തന്നെയാണ് ഞങ്ങളുടെ 99% നിഗമനം. വടക്കനാട് കൊമ്പന്റെ പ്രകൃതി എങ്ങനെയായിരുന്നു, അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആന ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് വടക്കനാട് കൊമ്പൻ സഞ്ചരിച്ച സ്ഥലത്തേക്ക് കൂടെയും വടക്കനാട് കൊമ്പൻ എന്ത് ചെയ്യുന്നു ആ രീതി അത് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഇവിടുത്തെ കർഷകരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നടപ്പിൽ വരുത്തിയ ഒരു പദ്ധതിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത്. യാതൊരു തരത്തിലുള്ളൊരു ഗുണം ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ട് രാവും പകലും കഷ്ടപ്പെട്ട് വെള്ളം പ്ലംബിങ് ചെയ്ത് നനച്ചാണ് ഈ തോട്ടം ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഈ ഒരു അടയ്ക്ക ഇതിങ്ങനെ തൈ അടയ്ക്ക ഇതും പറഞ്ഞു പോയി. ഇതിങ്ങനെ വന്ന് ഇതിനങ്ങനെ വന്നിട്ട് ഒരു മനുഷ്യനും ഇവിടെ തെങ്ങില്ല. ഇനിയിപ്പോൾ എൻ്റെ ഈ ഇവിടുത്തെ പുതിയ തൂക്കുവേലിയും പൊളിച്ചു വന്ന് എൻ്റെ ഈ ഫെൻസിങ് ഇട്ടുകൊണ്ട് കുറച്ച് തെങ്ങ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ എല്ലാം തെങ്ങ് തള്ളി വർഷങ്ങളായിട്ട് തീരാനായി. കിലോമീറ്ററോളം കണക്ക് തേക്ക് മരങ്ങളാണ് നമ്മുടെ ചുറ്റും വയലിനപ്പുറത്ത് തേക്കുകളാണ്. അവരെ സംബന്ധിച്ച് ഒരു പുൽനാമ്പുകൾ വരെ മുളയ്ക്കൂല. നമ്മളെ സംബന്ധിച്ച് ഏത് മൃഗങ്ങളും തിന്നണമെങ്കിൽ കർഷകർ ഉണ്ടാക്കിയ പച്ചപ്പുള്ള സ്ഥലത്തേക്ക് വരണം. ഇത് വന്നാൽ നമുക്ക് ധാരാളമായി കൃഷി ചെയ്യാം, ഒന്നും പേടിക്കണ്ട, എന്ത് കൃഷിയും ചെയ്യാം. കർഷകരെല്ലാം രക്ഷപ്പെട്ടുള്ളൂ എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നത്. പക്ഷേ നേരെ വിപരീതമായിട്ട് കാര്യങ്ങൾ വന്നേ. ഓരോ ദിവസങ്ങളും മുട്ടിക്കമ്പം മുതൽ എല്ലാ ആനകളും ഇത് പൊട്ടിച്ച്. നമസ്കാരം, ഞാനിപ്പോൾ വയനാട് ജില്ലയിലെ നൂൽപ്പുഴ പഞ്ചായത്തിൽപ്പെട്ട വടക്കനാട് എന്ന് പറയുന്ന പ്രദേശത്താണ്. വടക്കനാടിനെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വടക്കനാടിനെ കുറിച്ച് നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ടാണ്. പ്രത്യേകിച്ച് വള്ളുവാടി, വടക്കനാട്, വള്ളിവയൽ പ്രദേശങ്ങളൊക്കെ നിരവധി തവണ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കാണിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ വന്യമൃഗശല്യം ഒന്നും ഈ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. എല്ലാ സൈഡും വനത്താൽ ചുറ്റുപോട്ട് കിടക്കുന്നൊരു പ്രദേശമാണ്. പക്ഷേ 3 വാർഡ് ഉള്ള ഒരു നാടാണ്. അതായത് നൂൽപ്പുഴ പഞ്ചായത്തിലെ 1, 2, 3 വാർഡുകൾ ഈ ഒരു പ്രദേശത്താണുള്ളത്. ഇഷ്ടംപോലെ ആളുകൾ, ഇഷ്ടംപോലെ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. പക്ഷേ ഇവിടുത്തെ വന്യമൃഗശല്യം എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. ഇപ്പോൾ കുറച്ച് കാലം മുന്നേ വടക്കനാട് കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയെ പിടിച്ച് കുങ്കിയാക്കിയിരുന്നു. അതാണിപ്പോൾ വനംവകുപ്പിലെ വിക്രം എന്ന് പറയുന്ന ഒരു ആനയായിട്ട്, കുങ്കിയാനയായിട്ട് ഇപ്പോൾ നടക്കുന്നത്. അത് ഈ ഒരു പ്രദേശത്തെ 6 മനുഷ്യരെ കൊന്ന ഒരു ആനയും കൂടിയാണ്. അതിൻ്റെ ഒപ്പം തന്നെയുള്ള ഒരു മുട്ടിക്കൊമ്പൻ ആണ് കുറേ കാലങ്ങളായിട്ട് വടക്കനാട് പ്രദേശത്തെ, വടക്കനാട്, കല്ലൂർകുന്ന് പ്രദേശങ്ങളിലൊക്കെ പേടിസ്വപ്നമായിട്ട് മാറിയിരിക്കുന്നത്. കാരണം നിരവധി കൃഷികളാണ് ഈ ഒരു ആന നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി തവണ ഈ മുട്ടിക്കൊമ്പനെ കുറിച്ച് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടൊരു ശമനം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നെൽകൃഷി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മുട്ടിക്കൊമ്പൻ ഇറങ്ങി വെച്ചിട്ട് നിരവധി നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ പ്രദേശമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് പൗലോസ്. ഈ സ്ഥലം വടക്കനാട് പള്ളിയൂർ ഭാഗത്ത്. ഇത് കഴിഞ്ഞ ദിവസം എപ്പോഴാണ് ഇറങ്ങിയ ആന? കഴിഞ്ഞ രാത്രി ഒരു 12-1 മണിയായിട്ടുണ്ടാവും. സ്ഥിരം വരാറുള്ള ആനയാണ് ഇത്. 2-3 ദിവസമായി അതിൻ്റെ തൊട്ടപ്പുറമായ പള്ളിവയലിൽ കുറേ സ്ഥലത്ത് നമ്മുടെ ഫെൻസിങ് എല്ലാം പൊളിച്ച് കയറി നിരന്തരം നാശം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പറമ്പുകളിൽ. ഒരു മനുഷ്യനും ഇവിടെ തെങ്ങില്ല. ഇനിയിപ്പോൾ എൻ്റെ ഈ ഇവിടുത്തെ പുതിയ തൂക്കുവേലിയും പൊളിച്ചു വന്ന് എൻ്റെ ഈ ഫെൻസിങ് ഇട്ടുകൊണ്ട് കുറച്ച് തെങ്ങ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെ എല്ലാം തെങ്ങ് തള്ളി വർഷങ്ങളായിട്ട് തീരാനായി. ഇപ്പോൾ ആ പച്ചപ്പ് കണ്ടൊരു തെങ്ങ് കണ്ടപ്പോൾ ഇതിലെ ഫെൻസിങ് പൊളിക്കാൻ വേണ്ടി മറ്റുള്ള മണ്ഡലത്തെ ജോയിൻ്റെ പറമ്പിൽ നിന്നും എൻ്റെ ഫെൻസിങ്ങിലേക്ക് ആദ്യം തെങ്ങ് തള്ളിയിട്ട് ഫെൻസിങ് പൊളിച്ചുകൊണ്ട് എൻ്റെ പറമ്പിൽ കിടന്ന് എൻ്റെ 3-4 തെങ്ങും കായ്ക്കുന്ന അടക്കകളും ഒക്കെ നല്ല നാശനഷ്ടം വരുത്തി. ഇവിടുന്ന് എങ്ങനെയാണ് പോയത്? റോട്ടിൽ കൂടെ വന്നത്? അല്ല, അതിലങ്ങനെ തെങ്ങുകളിൽ ഇട്ടിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി പിന്നെ അവിടെ കയറി. ഈ ചേട്ടന്റെ തോട്ടത്തിൽ 10-25-50 തെങ്ങുകളും ഉണ്ടായിരുന്നു. ഇപ്പൊ അവിടെ അപൂർവമായി ഒക്കെ മറിച്ചിട്ട് തെങ്ങുകളാ. കാല തട്ടാണ്ട് നോക്കിയോ. ഈ തെങ്ങ് പിടിച്ചാ? നമ്മളിപ്പോൾ ചേട്ടൻ്റെ പറമ്പിലാട്ടോളെ. ഇത് പിടിച്ചാലേ? ഇതാണ് പിടിച്ചതാ. ഇതൊക്കെ ആ പോകുന്ന വഴിക്ക് ഒടിയുന്നതായിരിക്കും കാപ്പിയുടെ കമ്പൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ കൊല്ലങ്ങളിൽ തള്ളിയതാണ്. ഈ ഇത് ഇങ്ങോട്ട് കടന്നു വരാൻ വേണ്ടിയിട്ട്
ഇത് കഴിഞ്ഞ വർഷത്തെ തെങ്ങായിരിക്കും അത്? കഴിഞ്ഞ വർഷം മറിച്ചായിരിക്കും. അത് കഴിഞ്ഞ വർഷം മറിച്ചത്. അതിനകത്ത് ഒരുപാട് തെങ്ങുകൾ മറിച്ചു കളഞ്ഞു. ഇതിനകത്ത് ആകഞ്ഞിപ്പോൾ ഇവിടെ നിന്ന് വെയിൽ. ഇതാണ് പുതിയത്? ഇത് പുതിയത്. ഇതാണ് എൻ്റെ പറമ്പിലേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളി ആ വെയിലിലേക്ക് ഇട്ട് അങ്ങനെ കിടന്നു വന്ന് ഈ വേലിയും അങ്ങനെ വളഞ്ഞല്ലേ? ഈ വേലി പൊട്ടിച്ച് കണ്ടോ, പൊട്ടിയതുണ്ട്. ഈ തെങ്ങ് മറിച്ചിട്ടാണ് ഈ വേലി പോയിരിക്കുന്നത്. ഒന്ന് പിടിച്ചാൽ മതി, ഞാൻ ഇവിടെ കാണിച്ചെടുത്ത് അടയ്ക്കാൻ മതി. ഉള്ളിലേക്ക് കയറി അതിവിടെ അവിടെ തള്ളിയിട്ട് അവിടെ പൊളിച്ച് ഇതും പൊളിച്ച് ഇങ്ങനെ കയറിയേ. ഇങ്ങനെ കട്ട് ഇതൊക്കെ കറക്റ്റായി കളഞ്ഞു. ഞാൻ ഒരു ദിവസം ഫുള്ള് മെനക്കെട്ടിട്ടാണ് ഇത് പറയുന്നത്. ഈ തെങ്ങ് മറിച്ചാലേ? ഈ ഒരു തെങ്ങ് അതിനോടനുബന്ധിച്ച് ഇതാ ഞാൻ എത്ര കഷ്ടപ്പെട്ട് രാവും പകലും കഷ്ടപ്പെട്ട് വെള്ളം പ്ലംബിങ് ചെയ്ത് നനച്ചാണ് ഈ തോട്ടം ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് കിടക്കുന്നത്. പിന്നെ ഈ ഒരു അടയ്ക്ക അതാ ഇതിങ്ങനെ തൈ അടയ്ക്ക ഇതും പറഞ്ഞു പോയി. ഇങ്ങനെ വന്ന് ഇതിലങ്ങനെ വന്നിട്ട് ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തെങ്ങാണല്ലേ? അതൊക്കെ ചൊട്ടയൊന്നു ഇപ്പൊ അല്ലേ ചൊട്ടയിട്ട തെങ്ങാണ്. ഒരു കവുങ്ങ് കളഞ്ഞിട്ടുണ്ട്. ഇത് കണ്ട ഇത് തള്ളി ഇതിനൊക്കെ പൂക്കൊല ഉണ്ട് അവിടെ കണ്ടിച്ചിട്ടേക്കുന്നത്. കാച്ചിക്കൊല്ലം അടുത്ത കൊല്ലത്തോട് കാവലാവുന്ന നല്ല കാച്ച് പൂവെന്നതാണ് കാച്ചിരിക്കൽ. അതങ്ങനെ വന്ന് ഈ തെങ്ങ് അതിന്റെ ആയിരിക്കുമല്ലോ കിടക്കുന്നത്. ഇതിലങ്ങനെ വന്ന് ഇത് വേറെ തെങ്ങാ? ഇത് വേറെ തെങ്ങ്. ഒക്കെ ചൂട് കണ്ടറിയാലോ, വേറെ വേറെ തെങ്ങുകളാണ്. ഇങ്ങനെ വന്ന് ഒറ്റ രാത്രിത്തെ പരിപാടിയല്ലേ? ഇത് കണ്ടോ, ഈ ഇടയ്ക്കൊക്കെ പോയി ചൂട് പറഞ്ഞു പോയി. ആന ചവിട്ടി വിട്ടതാ. ഇത് കണ്ടോ, വേര് പൊട്ടിപ്പോയി. ഇവിടെ ഫുൾ ഇതിന്റെ നാശനഷ്ടം വന്നു പോയി. ഒരു കൊല്ലം കൊണ്ട് നമുക്ക് നല്ലൊരു ഇങ്ങനെ ഒരു കവുങ്ങാക്കി എടുക്കാനുള്ളൊരു കഷ്ടപ്പാട്. ഒന്നവിടെ മഞ്ഞൾപ്പ് രോഗം ഇതും കാരണം ഫുള്ള് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. എന്നിട്ട് ഇവിടെ നേരെ ഇങ്ങനെ ഇറങ്ങി ഇതിൽ തന്നെ ഇറന്നു പോയി. പേരെങ്ങനെയായിരുന്നു? എൻ്റെ ഒരു സുബി. ഇവിടെ വളരെ ഭീകരമല്ല അവസ്ഥ? ഭീകര മീൻസ് ഇപ്പം നമ്മൾ ആ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ ഫോറസ്റ്റുകാരത് ഒരു പുതിയൊരു തൂക്കുവേലി കൊണ്ടുവരുന്നു. അപ്പം ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചിരുന്നത് ഇത് വന്നാൽ നമുക്ക് ധാരാളമായി കൃഷി ചെയ്യാം, ഒന്നും പേടിക്കണ്ട, എന്ത് കൃഷിയും ചെയ്യാം, കർഷകരെല്ലാം രക്ഷപ്പെട്ടുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ നേരെ വിപരീതമായിട്ട് കാര്യങ്ങൾ വന്നത്. ഓരോ ദിവസങ്ങളും മുട്ടിക്കമ്പം മുതൽ എല്ലാ ആനകളും ഇത് പൊട്ടിച്ച് ഇത് കണ്ടില്ലേ, ഈ തെങ്ങൊക്കെ നശിപ്പിക്കാനുള്ള കാരണം നമ്മൾ പ്രതീക്ഷയോടെ നമുക്ക് കാവലിക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ അവരുടെ സംരക്ഷണത്തിലൂടെ ഇതൊക്കെ നിലനിൽക്കും നമ്മൾ വിചാരിച്ചു. പക്ഷെ ഇതൊന്നും ആ തൂക്കുവേലി ഒന്നും പരിഹാരമല്ല. ഈ തൂക്കുവേലികൾ ചാർജ് ചെയ്തിട്ടുണ്ടോ? എല്ലാം 1.5 കിലോമീറ്റർ ആകുമ്പോൾ അവർക്ക് ഒരു ബോക്സ് വെച്ച് ചാർജ് ചെയ്തിട്ടാണ് അവർ കടത്തിയത്. 1.5 കിലോമീറ്റർ വലിക്കുമ്പോൾ അതൊരു ബോക്സ് വെച്ച് അതിലേക്കുള്ള വൈദ്യുതി കൊടുത്ത് നെക്സ്റ്റ് 1.5 കിലോമീറ്റർ വലിക്കുമ്പോൾ പിന്നെ വൈദ്യുതി കൊടുത്ത് അങ്ങനെയാണ് ഒരു കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ടെന്താ പറയുക, നമുക്ക് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. ഇനി നമുക്ക് രാത്രി കാലങ്ങളിൽ ആന വരുമോ മറ്റുള്ള മൃഗങ്ങൾ വരുമോ എന്ന് പേടിച്ച് നിൽക്കണ്ടല്ലോ കാഴ്ചപ്പാട് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ കഴിഞ്ഞ രാത്രി വന്നിട്ട് 4 തെങ്ങോളം നശിപ്പിച്ച്, അതോടൊപ്പം 4 തെങ്ങല്ല ഒരുപാട് സ്ഥലങ്ങൾ അങ്ങോട്ട് നശിപ്പിച്ച് പോയിട്ട് അങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങൾ നശിപ്പിച്ച് പോയിട്ടുണ്ട്. അപ്പം എന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, ഈ ആനയ്ക്ക് ഇതൊന്നും പരിഹാരമല്ല, തൂക്കുവേലിയിലെ പരിഹാരം. നമ്മൾ അന്നും നമ്മളൊരു 3 വാർഡുകളാണ് ഈ വടക്കനാട് ചുറ്റപ്പെട്ട് ഉള്ളത്. ഈ 3 വാർഡുകൾ ഞങ്ങൾ മെമ്പർമാരും അതോടൊപ്പം എല്ലാം കൂടി ഒരു ഗ്രാമസഭ കൂടിയിരുന്നു. ഒരു പ്രമേയം പാസ്സാക്കുക, അതായത് അടിയന്തര ഗ്രാമസഭയായിരുന്നു. ആ പ്രമേയത്തിൽ നമ്മൾ പറഞ്ഞത് ഈ തൂക്കുവേലി നമുക്ക് വടക്കനാട് പ്രായോഗികമല്ല, ഇത് നമുക്ക് വേണ്ട, കാരണം ഇതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ലല്ലോ. നമുക്ക് വേണ്ടത് ക്രാഷ് കാർഡ് റോപ്പ് ഫെൻസിങ്, അതായത് വെച്ചാൽ ഒരു കോൺക്രീറ്റ് തൂൺ താറ്റിയിട്ട് റോപ്പ് ഫെൻസിങ് വലിച്ചു അതാകുമ്പോൾ ആന അങ്ങനെ മറികടന്ന് വരില്ല. രണ്ടാമത് ഈ കർണാടകത്തിൽ ചെയ്ത പോലത്തെ റെയിൽവേന്റെ പാളമുണ്ട്, അതിങ്ങനെ ഒരു 6 അടി ഹൈറ്റിൽ വെച്ചിട്ട് അതിന്റെ സെന്ററിൽ കൂടെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ മറ്റുള്ള ചെറിയ മൃഗങ്ങൾ കടക്കാത്ത രീതിയിൽ ഒരു ഫെൻസിങ്, ഇലക്ട്രിക് ഫെൻസിങ്ങും ഈ ആനയ്ക്ക് അടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കർണാടകത്തിൽ ചെയ്ത പോലെ ഈ സംവിധാനം കർണാടകത്തിൽ വിജയിച്ചിട്ടുള്ളതാണ്. അങ്ങനത്തെ ഒരു പദ്ധതിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് തന്നത് ആരോ എന്തോ പറഞ്ഞ് അടിച്ചേൽപ്പിച്ച പോലെ നിങ്ങൾക്ക് ഇത് മതി, നിങ്ങൾക്ക് ആനവരാണ് സംരക്ഷിക്കുക, ഇത് മതി എന്ന രീതിയിൽ ആരോ ഒരു IFSകാരൻ്റെ തലച്ചോറും കുറച്ച് രാഷ്ട്രീയക്കാരുടെ
സാമ്പത്തിക നേട്ടത്തിനും വേണ്ടിയിട്ട് ഇത് കൊണ്ടുവന്നു. ഇപ്പം ഞങ്ങൾ ഒത്തിരി ചിലവുള്ള പരിപാടിയല്ലേ? അതായത് 32 കിലോമീറ്റർ ചാർജ് ചെയ്യാൻ 2 കോടി രൂപ ചിലവുണ്ട്. അതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും അവർ RTI ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 32 കിലോമീറ്റർ വലിക്കാൻ വേണ്ടി ആ 2 കോടി രൂപ ചിലവ് മുടക്കി ഇപ്പോൾ അത് 80% പണി പൂർത്തിയായിരിക്കുകയാണ്. 80% ചാർജ് ചെയ്തിട്ടുണ്ട്. ആ ചാർജ് ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും ആന പൊളിച്ച് കിടക്കുകയാണ്. ഇത് നമ്മുടെ വടക്കനാടുള്ള ജനങ്ങൾക്ക് ഇത് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല. അതായത് പണി ചെയ്യുന്ന ആടെ ഇത് പൊളിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് പണിയുന്നു, ഒരു ഭാഗത്ത് പൊളിക്കുന്നു, ഒരു ഭാഗത്ത് പണിയുന്നു, ഒരു ഭാഗത്ത് പൊളിക്കുന്നു. 5 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ AI സാങ്കേതിക വിദ്യയാണ്. ഇതിപ്പോൾ ആന പൊളിക്കുന്ന സമയത്ത് അവർക്ക് അലർട്ട് അടിക്കും. രാത്രി അവർക്ക് അലർട്ട് അടിച്ച് രാവിലെ വന്ന് അവർ അലർട്ട് നോക്കിയിട്ട് ചെയ്യുമ്പോഴേക്കും കർഷകന് പറമ്പില്ലല്ലോ സാധനം തീർന്നു. ആന പൊളിച്ചിട്ട് അലർട്ട് അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, ആന പൊളിക്കുന്നതിന് മുമ്പുള്ള സംവിധാനങ്ങളല്ലേ വേണ്ടേ? അവർ പറഞ്ഞു ഞങ്ങൾക്ക് എവിടെയാ തകരാറ് പറ്റി ഞങ്ങൾക്ക് അറിയാം, ഫോണിലൂടെ അറിയാൻ പറ്റുന്നുള്ളൂ. നല്ല കാര്യമാണ്, കാരണം സാങ്കേതിക വിദ്യ വളരണം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ആന 2 മണിക്ക് കയറിയിട്ട് ആന പൊളിച്ച് കഴിഞ്ഞിട്ട് രാവിലെ അവർ അലർട്ട് നോക്കിയിട്ട് കമ്പി കൂട്ടി കെട്ടിയ കർഷകന്റെ പറമ്പിലെല്ലാം സാധനം തീർന്നു പോകും. ഇപ്പൊ സംഭവിച്ചത് തന്നെയാണ്. അലർട്ട് അടിച്ചിട്ടുണ്ടാവും, അവർ കണ്ടിട്ടുണ്ടാവും. കമ്പി മാത്രമല്ല മറ്റേ മെയിൻ കാര്യങ്ങളും തൂണും മറയ്ക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വള്ളുവാടി കല്ലൂർക്കുന്ന പ്രദേശമുണ്ട്. അവിടെ ഞങ്ങൾ വിചാരിച്ചു ഈ പോസ്റ്റെങ്കിലും ആന ചവിട്ടി മറിക്കലാണ്. നേരെ നിർഭാഗ്യവശാൽ അതും ചവിട്ടി പൊളിക്കുന്നുണ്ട്, ചവിട്ടി ആന മറയ്ക്കുന്നുണ്ട്. എന്ത് വൈദ്യുതിയാണ്, എന്ത് പോസ്റ്റാണ് ഞങ്ങൾക്ക് അറിയില്ല. AI സാങ്കേതിക വിദ്യയാണെന്നോ അലർട്ട് അടിക്കുന്നൊക്കെ പറഞ്ഞു. ഈ കർഷകന്റെ പറമ്പിലേക്ക് ആനകൾ നശിപ്പിച്ചിട്ട് അലർട്ട് അടിച്ചിട്ട് കാര്യമില്ല. ഈ സംവിധാനം ഞങ്ങൾക്ക് തീർത്തും പ്രായോഗികമല്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഇന്നും അന്നും ഈ വടക്കനാട് ജനത ഫുൾ ആവശ്യപ്പെട്ടത് നമുക്ക് വേണ്ടത് ഈ 2 കാര്യങ്ങളാണ്. മെയിനായിട്ട് മുട്ടിക്കൊമ്പനാണല്ലേ? മുട്ടിക്കൊമ്പനാണ് മെയിനാണ്. മുട്ടിക്കൊമ്പനാണെങ്കിൽ അന്ന് ഞാനൊരു സംവിധാനത്തിൽ പറഞ്ഞിരുന്നു. മുട്ടിക്കൊമ്പൻ ആന വെച്ചാൽ ഫസ്റ്റ് അത് വൈദ്യുതി ഉള്ള കമ്പികൾ തെങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഇത് വടക്കനാട് കൊമ്പന്റെ കൂടെ ഉണ്ടായിരുന്നൊരു സൗഹൃദമായ ഒരു ആനയാണ്. വടക്കനാട് കൊമ്പന്റെ പ്രകൃതി എങ്ങനെയായിരുന്നു, അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആന ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് വടക്കനാട് കൊമ്പൻ സഞ്ചരിച്ച സ്ഥലത്തേക്ക് കൂടെയും വടക്കനാട് കൊമ്പൻ എന്ത് ചെയ്യുന്നു ആ രീതി അത് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് വടക്കനാട് കൊമ്പനെ നമ്മൾ വലിയ പ്രയാസമായിട്ട് ആളുകളെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ നമ്മളത് കുങ്കിയാനെ പിടിച്ചുകൊണ്ട് കുങ്കിയാനാക്കുന്ന രീതിയിലാണ് അത് മാറി. അതിന്റെ കൂടെ ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ച ഒരു സഹയാത്രികൻ എന്ന് പറയാം, അദ്ദേഹമാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. അതിനാ കറക്റ്റ് ഈ സ്ഥലങ്ങളൊക്കെ എല്ലാം അറിയാം. അതായത് അത് വടക്കനാട് കൊമ്പൻ പാറ്റേണിലാണ് ഇത് പോകുന്നത്. വടക്കനാട് കൊമ്പന്റെ കൂടെ വടക്കനാട് കൊമ്പൻ വരുമ്പോൾ അതിന്റെ കൂടെ ഒരു സഹയാത്രികനായി എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം വടക്കനാട് കൊമ്പനെ പിടിച്ചു പോയപ്പോൾ കുറച്ച് കാര്യങ്ങൾ അത് വന്നില്ലായിരുന്നു. പിന്നീട് അത് വടക്കനാട് എന്തൊക്കെ ചെയ്തു അതുപോലെ അത് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം ഇറങ്ങി അതേ പറമ്പിൽ തന്നെയല്ലേ? അതെ, അതേ വഴികളും അതേ ചാലുകളും അതേ ചെയ്യുന്ന പ്രകൃതി എന്ന് വെച്ചാൽ തെങ്ങ് മറയ്ക്കുക, തെങ്ങ് മറച്ചാൽ മരം മറച്ചിട്ട് വൈദ്യുതി അർത്ഥാക്കുക. എന്നിട്ടാണ് അവന്റെ പരിപാടി തുടങ്ങുന്നത്. അതായത് ഇപ്പൊ പ്രശ്നക്കാരെ കാണുന്ന വടക്കനാട് കൊമ്പൻ, അതിന് വടക്കനാട് കൊമ്പനെ കൂടി എന്ന ആ ഒരു മുട്ടിക്കൊമ്പനാണ്. മുട്ടിക്കൊമ്പനാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. കാരണം അതിന്റെ ചലനങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു. ഞങ്ങൾ പിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അവരുടെ രീതിയിലുള്ള കാര്യങ്ങൾ ഇത് വന്നിട്ടില്ല. ഈ ആന തന്നെയാണ് ഞങ്ങളുടെ 99% നിഗമനം. കാരണം ആ ആന ചെയ്ത അതേ പ്രകൃതമാണ് ഈ ആന ചെയ്യുന്നത്. ആളുകളെ നേരെ അതായത് നമ്മൾ സാധാരണ ആനകളൊക്കെ ടോർച്ചടിച്ച് ഓടിച്ചാൽ അത് അതിന്റെ വഴിക്ക് ഓടും. പക്ഷെ ഈ ആനയ്ക്ക് വടക്കനാട് കൊമ്പന്റെ അതേ സ്ഥിതി, ആന ടോർച്ചടിച്ച് നേരെ നമ്മുടെ അടുത്തേക്ക് വരും. സാധാരണ പറമ്പിലേക്ക് ഒച്ച കേട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും എണീറ്റ് നോക്കി ടോർച്ചടിച്ച് ഒരു കൂവിയിട്ട് ഓടിക്കുമല്ലോ. ഓടിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് തിരിഞ്ഞു വരുന്ന രീതിയാണ് ഈ ആനയ്ക്കുള്ളത്. പേടിയില്ലാത്തൊരു ആന. മറ്റുള്ള ആനകൾക്ക് വരും, പക്ഷേ ചെറിയൊരു ഒച്ച കേട്ടാൽ അല്ലെങ്കിൽ ഒരു ടോർച്ചടിച്ചാൽ തിരിച്ചു പോകുന്ന ഒരു പ്രകൃതമാണ് മറ്റുള്ള ആനകൾക്കുള്ളത്. എന്തിനാലും നമുക്ക് ഇതിലും പ്രധാനമായിട്ട് പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സംവിധാനം പ്രായോഗികമല്ല. ഈ വർഷത്തെ നെൽകൃഷിയുടെ സ്ഥിതി എങ്ങനെയുണ്ട്? നെൽകൃഷിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഈ പ്രാവശ്യം നമ്മൾ പോൾ മാത്യു സാറ് കുറച്ച് ഡിവൈസ്, അതായത് ആന വരുന്ന സമയത്ത് പുതിയൊരു സംവിധാനമാണ്. അത് ആന പഠിച്ചു വരുമ്പോൾ അത് എങ്ങനെയാവുമെന്ന് നമുക്കറിയില്ല. ഈ നെൽകൃഷിയുള്ള ഭാഗങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഒരു 10-12 ഡിവൈസ്, അതായത് രാത്രി സമയങ്ങളിൽ ചലനം ഉണ്ടാകുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഈ നെൽകൃഷി ചെയ്ത എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹം കൊണ്ടു തന്നിരുന്നു. അത് ഞങ്ങൾ ഈ നെൽകൃഷി ചെയ്ത എല്ലാ മൂലകളിലും ആന ഇറങ്ങുന്ന ആ സ്ഥലങ്ങളിൽ മൂലകളെ കൊണ്ടുവച്ച കാരണം കുറേ മൃഗങ്ങൾ വരാണ്ടിരിക്കാൻ. ഇപ്പം അത് പിന്നീട് ഒരു കൗതുകമായിട്ട് കണ്ടിട്ട് പിന്നീട് വരുമെന്ന് അറിയില്ല. പക്ഷേ ഈ പ്രാവശ്യം നെൽകൃഷി ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അതിന് മുന്നേ പക്ഷേ കുറെ കളഞ്ഞായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ആ ഡിവൈസ് വെച്ചത്. ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ആ വള്ളുവാടി ഭാഗങ്ങളിലും ഈ മംഗലംകുന്ന് ഭാഗങ്ങളിലും ഈ ഭാഗങ്ങളിലൊക്കെ കുറേ കൃഷി, അത് പണയമ്പം ഭാഗങ്ങൾ കൃഷിയൊക്കെ നെൽകൃഷി വലിയ കുഴപ്പമില്ലാണ്ട്, അതായത് സാധാരണ നമുക്ക് ആന ഇറങ്ങി വലിയ ശല്യം നേരിടായിരുന്നു. ഈ ഡിവൈസ് വെച്ചാൽ പിന്നെ നമുക്കൊരു കുറച്ച് ആശ്വാസമുണ്ട്. കാരണം ആന അലർട്ട് അടിച്ച് ആന അതിന്റെ പേടിപ്പെടുത്തുന്നതുകൊണ്ട് ആന തിരിച്ചു പോകുന്ന വീഡിയോ ഒക്കെ അടക്കം ഞങ്ങൾ കണ്ടിരുന്നു. പിന്നെ അതെല്ലാം ഞങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിരുന്നു. കാരണം നെൽകൃഷി കഴിഞ്ഞപ്പോൾ അതെല്ലാം ഊരി മാറ്റി നെൽകൃഷി കഴിഞ്ഞപ്പോൾ സാധനങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്ത് ആറളത്തേക്ക് അവിടെയും പ്രയാസമുള്ള സ്ഥലം ആണല്ലോ, അവിടേക്ക് അത് കൊണ്ടുപോയി. അപ്പൊ ആ സമയത്ത് വയലും ഫ്രീ ആയി. വയലിൽ കൂടെ നേരുന്ന ആനയ്ക്ക് നേരെ കയറി സാഹചര്യം ഉണ്ടായി, മേലേക്ക് വന്നു. പിന്നെ ഇതിന്റെ ആന ഇറങ്ങാനുള്ള പ്രധാന കാരണം തീറ്റ വലിയ പ്രശ്നമാണ് ആനയ്ക്ക്. കാരണം ഇതിന് 10 കണക്കിന് പച്ചപ്പുള്ള സാധനം വേണമല്ലോ. ഈ ഫോറസ്റ്റ് നമ്മളെ സംബന്ധിച്ച് ഈ ഫോറസ്റ്റ് ഉള്ളത് തേക്ക്
മരങ്ങൾ നട്ടുപിടിപ്പിച്ചേക്കാണ്. കിലോമീറ്ററോളം കണക്ക് തേക്ക് മരങ്ങളാണ് നമ്മുടെ ചുറ്റും വയലിനപ്പുറത്തുള്ളത്. തേക്കുകളാണ്. അവരെ സംബന്ധിച്ച് ഒരു പുൽനാമ്പുകൾ വരെ മുളയ്ക്കൂല. നമ്മളെ സംബന്ധിച്ച് ഏത് മൃഗങ്ങളും തിന്നണമെങ്കിൽ കർഷകർ ഉണ്ടാക്കിയ പച്ചപ്പുള്ള സ്ഥലത്തേക്ക് വരണം. ശരിക്കും പറഞ്ഞാൽ ഈ തേക്ക് മൃഗങ്ങൾക്ക് ഒരു തരത്തിൽ ആവശ്യമില്ലാത്തൊരു സാധനം. തേക്കൊണ്ട് നമുക്കനുസരിച്ച് ചൂട് കൂടുതൽ പ്രദാനം ചെയ്യും, ഏറ്റവും കൂടുതൽ ജലം വലിച്ചെടുക്കും. പക്ഷേ അതിന് താഴെ ഒരു പുൽനാമ്പുകൾ മുളയ്ക്കൂല. ഈ മൃഗങ്ങൾക്ക് തീറ്റ തേടിണ്ട ഒരു സാധനം ഇല്ലാത്ത സാധനം നട്ടു വളർത്തിയിട്ട് എന്താ കാര്യം? ഇത് പണ്ടെങ്ങോ അതോ ഒരു IFSകാരുടെ തലയിൽ മുതിച്ചൊരു കാര്യമാണ് തേക്ക് പ്ലാന്റേഷൻ. അതായത് വനംവകുപ്പിന് പണം ഉണ്ടാക്കാവുന്ന സംവിധാനത്തിൽ കൊണ്ട് വനംവകുപ്പിന് മൃഗങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനല്ല, പണം ഉണ്ടാക്കാനുള്ള ഒരു സ്രോതസ് കണ്ടെത്തി. അതിപ്പോൾ നേരെ തിരിച്ചടിയായത് കർഷകർക്കാണ്. അതുപോലെ തന്നെ സെന്നയും അതോടൊപ്പം ഇതും. ഈ വനംവകുപ്പ് കൊടുക്കുന്ന പരിഷ്കാരം വെച്ചാൽ അവരുടെ ജീവിതകാര്യങ്ങൾക്ക് അവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഫണ്ടുകൾ കണ്ടെത്താൻ വേണ്ടി ഒരു പ്ലാന്റേഷൻ കൊണ്ടുവന്നു. അത് മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ യോഗ്യമല്ലാത്ത ഒരു പ്ലാന്റേഷൻ ആയിരുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് കർഷകർ എന്തുണ്ടാക്കിയാലും ആന വന്നിട്ട് ആനയിൽ മറ്റ് എല്ലാ മൃഗങ്ങളും അതിൽ അവിടെ ചൂട് കയറാൻ നിൽക്കാൻ പറ്റില്ല. ആ സമയങ്ങളിൽ വന്നിട്ട് ഇങ്ങോട്ട് പോരും. ഇതാണ് കർഷകൻ്റെ ഒരു പച്ചപ്പ് ഉണ്ടാക്കാൻ കർഷകനെ സമ്മതിക്കുന്നില്ല. നമ്മളിപ്പോൾ ചേട്ടൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ കേട്ടതുണ്ട്. ഈ പറമ്പിൽ തെങ്ങും 4 തെങ്ങ് നല്ല മുഴുത്ത തെങ്ങുകളാണ് കളഞ്ഞിരിക്കുന്നത്. ഇതാ മതിലുകളും കാര്യങ്ങളും കളഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ വർഷം ആന കളഞ്ഞ തെങ്ങാട്ടോ. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ പറമ്പിൽ ഇനി തെങ്ങ് സത്യം പറഞ്ഞാൽ കാണാനില്ല. ഇതാണ് അവസ്ഥ കേട്ടോ. ഒരൊറ്റ രാത്രി കൊണ്ട് ഇതാണ്. ഇത് മാത്രമല്ല പല ആളുകളുടെയും പറമ്പിൽ കൂടെ ആന പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതാണ് ഉണ്ടോ, ഇഷ്ടംപോലെ തെങ്ങുകളാണ്. നമ്മളിപ്പോൾ കണ്ടതാണ് ഓൾറെഡി. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഒരു പറമ്പിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടക്കനാട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വനത്തിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. പക്ഷേ ഇത്രയും രൂക്ഷമൊന്നുമല്ല. ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉണ്ടെങ്കിൽ ഇത്രയും കൃഷികളൊന്നും ഇവിടെ ആളുകൾ ചെയ്യില്ല. പക്ഷേ ഈ കുറച്ച് കാലങ്ങളായിട്ട് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അവരുടെ ഒരു സാധനം നട്ടാലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. നെൽകൃഷി ഒരു വലിയ യുദ്ധം തന്നെയായിരുന്നു. അതിൻ്റെ കുറേ വീഡിയോസ് നമ്മൾ കണ്ടതാണ്. മുട്ടിക്കമ്പൻ വന്ന് ഇവിടെ നശിപ്പിച്ചതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ നെൽകൃഷി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡിവൈസുകളൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആനകൾ നേരെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ആ ഡിവൈസുകളൊക്കെ 6 ഫാമിലാണ് കൊണ്ടുപോയി സെറ്റ് ചെയ്തിരിക്കുന്നത്. കർണാടക ഗവൺമെന്റ് നിങ്ങൾ കാണുന്നുണ്ടോ? അതെ, അത് ട്രെഞ്ചാണ്. ട്രെഞ്ചിന്റെ ഇപ്പുറത്ത് റെയിൽ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഈ റെയിൽ ഫെൻസിങ്ങിന്റെ അടിയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇതാ സാധാ ഫെൻസിങ് 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു മൃഗവും അവിടുന്ന് ഇപ്പുറത്തേക്ക് എടുക്കില്ല. ഇതൊക്കെ ഭാവിയിൽ ചിന്തിച്ച് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്ത സംഭവങ്ങളാണ്. നമ്മളെ ഗവൺമെന്റ് ചെയ്യും പോലെ മനുഷ്യനെ പറ്റിക്കുന്ന തൂക്ക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ നോക്ക്. ആണോ? ഇവിടെ നമ്മുടെ നാട്ടിൽ റെയിൽ ഫെൻസിങ് റെയിൽ കിട്ടാനില്ല. അതിന് എന്താ പറയാ നിയമതടസ്സങ്ങളുണ്ട്. അത് സക്സസ് അല്ല. ഇതൊക്കെ ഇതാ കാണിച്ചു തരാം. എത്രയോ കിലോമീറ്റർ കർണാടക ഗവൺമെന്റ് റെയിൽ ഫെൻസിങ് ചെയ്തേക്കണേ ഒരു വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഒന്ന് കാണാം എല്ലാവരും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ന് ഗ്രൂപ്പിലെ കാണുന്നുണ്ട് ആന ദിവസവും തൂക്ക് ഫെൻസിങ് പൊളിക്കുന്നത്. എവിടെയെങ്കിലും ഈ ഫെൻസിങ് അല്ലെങ്കിൽ റെയിൽ ഫെൻസിങ് റെയില് പൊളിച്ചത് എവിടെയെങ്കിലും കാണുന്നുണ്ടോ നോക്ക്. 2 ലൈൻ അടിയിൽ സാധാ ഫെൻസിങ്ങോട് കൊടുത്തപ്പോൾ ഒരു മൃഗവും ഇപ്പോ കൃഷിയിടത്തിൽ കർഷകരെ കൃഷിയിടത്തിൽ ഇറങ്ങാറില്ല. അപ്പൊ അങ്ങനെ ആയിരുന്നു. അതുപോലെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വടക്കനാട് പ്രദേശമാണ്. വടക്കനാടിൻ്റെ ഒരെൻഡ് നമുക്കിവിടെ ഫോറസ്റ്റ് കാണാം. ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു വെച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാകുന്നത്. അതായത് ഈ കാണുന്നതെല്ലാം തേക്കിൻ പൂപ്പുകളാണ്. ഈ കാണുന്നതെല്ലാം തേക്കിൻ കൂപ്പുകളാണ്. നിങ്ങൾക്ക് ഈ ഇതൊരു വനമാണ്. ഈ വനത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കംപ്ലീറ്റ് ഉണങ്ങി കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൃഗങ്ങൾ എന്ത് ഭക്ഷിച്ചാണ് ജീവിക്കേണ്ടത്? അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. മൃഗങ്ങളും ഭക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അതുങ്ങൾക്ക് തീറ്റയില്ലാതെ വരുമ്പോഴാണ് നാട്ടിലേക്ക് സ്വാഭാവികമായിട്ട് ഇറങ്ങുന്നത്. ഈ ഒരു കാടിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഉണങ്ങി വരണ്ടിരിക്കുകയാണ്. അതായത് തേക്കിൻ കൂപ്പ് അങ്ങനെ തന്നെയാണ്. തേക്ക് മൊത്തം കാട് ഡ്രൈ ആക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഒരു പുല്ല് പോലും മുളക്കില്ല. നിങ്ങൾക്ക് ആ നിലം നോക്കിയാൽ മനസ്സിലാവും അവിടെ ഒരു ചെറിയ കാട് പോലും ഇല്ല. എന്നാൽ അതിൻ്റെ തൊട്ടിപ്പുറേ ഇത് ആളുകളുടെ ജനവാസ മേഖലകളായിട്ടുള്ള പ്രദേശങ്ങളാണ്. ഇവിടെയൊക്കെ നോക്കിക്കേ, വയലിൽ പോലും ചെറിയ തോതിലുള്ള പച്ചപ്പുണ്ട്. മനസ്സിലായോ?
പക്ഷേ അവിടെ അതില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് മൃഗങ്ങൾ ഇറങ്ങുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. മൃഗങ്ങൾ അവയ്ക്ക് വിശപ്പ് അകറ്റാൻ വേണ്ടി തന്നെയാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ തേക്കിൻ്റെ ഇടയ്ക്കോടെ നമുക്ക് ഈ ഇലക്ട്രിക് ഫെൻസിങ് പോയിരിക്കുന്നതും കാണാം. ഇതുപോലെ തേക്കിൻ്റെ ഇടയ്ക്കോടെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്ത പല പ്രദേശങ്ങളിലുമാണ് ഇപ്പോൾ ആന ഫെൻസിങ് പൊട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ചേട്ടാ പേരെങ്ങനെയാണ്? എൻ്റെ പേര് റജി എന്നാണ്. ഞങ്ങൾ ചെറുപ്പകാലം മുതൽ നാട്ടിൽ നിന്ന് കുടിയേറി അപ്പനപ്പൂപ്പന്മാരായിട്ട് കുടിയേറി പാർത്തരാണ്. ഈ കുറഞ്ഞ കാലം മുമ്പ് വരെ വന്യമൃഗങ്ങൾ ഏകദേശം ഉണ്ടെങ്കിൽ കൂടിയും കർഷകന് അങ്ങനെ ഒരു ശല്യം ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ഒരു 5-8 വർഷക്കാലമായി നിരന്തരമായിട്ട് മൃഗശല്യം വളരെ രൂക്ഷമാണ്. അത് ഇന്ന മൃഗം എന്നൊന്നുമില്ല, എല്ലാ തരത്തിലുള്ള മൃഗമുണ്ട്. ഈ ഏറ്റവും കൂടുതൽ ഉപദ്രവം കുരങ്ങാണ്. കുരങ്ങ് കഴിഞ്ഞാൽ ഞാൻ മലയണ്ണാനാണ്. മലയണ്ണാൻ ഉള്ള തെങ്ങിൻ്റെ എല്ലാ തേങ്ങയും അത് ഓരോന്ന് കടിച്ച് പറിച്ച് താഴെയിട്ട് അത് അങ്ങനെ നശിപ്പിക്കുകയാണ്. പഴവർഗ്ഗങ്ങൾ മുഴുവൻ കുരങ്ങ്, അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്ത് കുരങ്ങ് കയറി കഴിഞ്ഞാൽ ഭയങ്കരമായ നാശനഷ്ടമാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. ആനയാണെങ്കിൽ എന്നും നിരന്തരം ആന കയറുകയാണ്. ഇതിനൊരു പരിഹാരമാർഗം എന്നുള്ള രീതിയിലാണ് 2.5 കോടി ഉറുപ്പ്യ ചെലവഴിച്ച് സർക്കാർ ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ഫെൻസിങ്, തൂക്ക് ഫെൻസിങ് എന്നുള്ള പേരിൽ ഇവിടെ ഇട്ടിട്ടുള്ളത്. പക്ഷേ അത് ഇട്ട് പണി പൂർത്തിയാവണതിന് മുമ്പ് തന്നെ മുഴുവൻ ഓരോ തലയ്ക്ക് നിന്ന് അത് ചവിട്ടി പൊളിച്ച് നശിപ്പിച്ച് പറമ്പിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ തേക്ക്, നമ്മൾ ഈ തേക്ക് നട്ടുപിടിപ്പിച്ച കാരണം ഒരു മൃഗത്തിന് യാതൊരു തരത്തിലുള്ള ഒരു തീറ്റ ആ കാടിനകത്ത് കിട്ടില്ല. സ്വാഭാവികമായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ പഴവർഗ്ഗങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ആ വനത്തിനകത്ത് ഉണ്ടായിരുന്നു. ഞാവൽ, ചടച്ചി മുതലായ ഒരുപാട് മരങ്ങളുണ്ട്. അതൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് ഇതിപ്പോൾ ചെയ്തു വെച്ചേക്കണത് ഒരു മൃഗത്തിന് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ നമ്മുടെ അവസ്ഥ കണ്ടോ, അവിടെ നിന്ന് അടിക്കുന്ന ചൂട്, ആ ചൂടിന് ഭയങ്കരമായ ചൂടാണ്. കുടിവെള്ളത്തിന് വരെ ബാധിക്കുന്ന ഒരു പ്രവണതയാണ് ഈ തേക്ക് കൊണ്ട് നമുക്ക് യാതൊരുവിധ ഗുണം ആർക്കും ഇല്ലാത്തൊരു വിശേഷമാണ് ഇവിടെയുള്ളത്. ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഇടപെടൽ ഇവിടെ ആരും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം. ഈ സ്ഥിരമായിട്ട് വരുന്ന ആന തന്നെയാണ് ഇവിടെ വരുന്നത്? സ്ഥിരമായിട്ട് വരുന്ന ആണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ ഓരോ സൈഡിലായിട്ടാണ് ആ പോസ്റ്റ്, അതായത് ഇലക്ട്രിക് പോസ്റ്റ് ചവിട്ടി മറിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വിചാരം എന്താണെന്ന്, ആ മരം തള്ളിയിട്ടായിരിക്കും പിന്നെ ഇത് കറണ്ട് പൊട്ടിക്കുക എന്നായിരുന്നു. അതല്ല, നേരെ ത്രൂ വന്നിട്ട് പിന്നെ പോസ്റ്റ് ചവിട്ടി മറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എത്രത്തോളം കറണ്ടിൻ്റെ മാർഗ്ഗം എത്രത്തോളം ഉണ്ടെന്നുള്ളതിന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ചാർജ് ചെയ്ത, ഇതെല്ലാം ചാർജ് ചെയ്തതാണ്. ചാർജ് ചെയ്ത് വെല്ലുവിളിച്ച് ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം പ്രത്യേക ഗ്രാമസഭ കൂടി ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളതാണ് ഈ സംവിധാനം ഇവിടെ നടപ്പിൽ വരുത്തിയിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ഗുണകരമല്ല എന്നുള്ളത്. ഞങ്ങൾ ഇവിടുത്തെ കർഷകരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നടപ്പിൽ വരുത്തിയ ഒരു പദ്ധതിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്നത്. യാതൊരു തരത്തിലുള്ളൊരു ഗുണം ഇവിടുത്തെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അത് ചാർജ് ചെയ്ത് അധികം താമസിക്കാതെ അതെ, ഇത് മുന്നോട്ട് ഇതിൽ കൂടുതലായിരിക്കും. മുന്നോട്ട് ഇനി പറയേണ്ടതില്ല. അത്രയും രൂക്ഷമായ ഒരു, ഇനി മഴക്കാലം തുടങ്ങി, ഇപ്പോൾ ചക്ക, മാങ്ങ മുതലായ കർഷകൻ്റെ പറമ്പിൽ കുറച്ച് വിളകൾ ഉണ്ടാവാൻ തുടങ്ങി. അതുപോലെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി അതിശക്തമായിട്ടുള്ള ഇനി വരവായിരിക്കും ആനേൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. ഈ എത്ര പോസ്റ്റ് ഇപ്പോൾ ഏകദേശം കളഞ്ഞു? ഇപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ 5ഓളം പോസ്റ്റുകൾ കളഞ്ഞു. 5 കളഞ്ഞു. ഈ ഒരു കുറഞ്ഞ ഏരിയയിൽ ഇത് ചെയ്തിട്ട് ഇപ്പോൾ 1.5 പിന്നെ ഇത് 2 മാസത്തോളമായിട്ടുള്ള വർക്ക് തീർന്നിട്ട് ഈ 2 മാസത്തിനുള്ളിൽ ഇത്ര ഏരിയയിൽ, ഈ കാണുന്ന ഇത്ര ഏരിയ തന്നെ 5 കളഞ്ഞിട്ടുണ്ടല്ലേ. ഫെൻസിങ് നമുക്കവിടെ അതിൻ്റെ കമ്പി നമുക്കവിടെ കാണാം കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അത്ര നടുക്കാനല്ല കൊണ്ടുവച്ചിരിക്കുന്നത് അല്ലേ? അതെ, കുറച്ചുകൂടെ ഈ മരങ്ങളില്ലാത്തൊരു സൈഡായിരുന്നെങ്കിൽ. അതിന് മുമ്പ് നമ്മളെ ഒരു ബോധിപ്പിക്കാൻ വേണ്ടി ഒരു കിടങ്ങുണ്ട്, തൊട്ടിപ്പുറം ഒരു കിടങ്ങുണ്ട്. അത് ഇതിനേക്കാളും മെച്ചമായിരുന്നു. കുറേ കാലത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. വളരെ അപൂർവമാണ് ആന ഇറങ്ങിക്കയറിക്കൊണ്ടുന്നത്. അത്ര പോലും ശാശ്വത പരിഹാരമല്ല ഇപ്പം ചെയ്തു വെച്ചിട്ടുള്ള പ്രവൃത്തി. അതിൻ്റെ തൊട്ടിപ്പുറം ഇത് പണ്ടത്തെ ഫോറസ്റ്റുകാരിട്ട ഒരു ഫെൻസിങ് വേറെ ഉണ്ട്, ഈ കിടക്കുന്നതുണ്ട്. ഇതിപ്പോൾ ഇത് 3 മറികടന്നിട്ടാണ്, 3 സംവിധാനം മറികടന്നിട്ടാണ് ഈ ഫെൻസിങ്ങിലും കറണ്ട് കൊടുക്കുന്നുണ്ട്. ഈ ഫെൻസിങ്ങിലും കറണ്ട് കൊടുക്കുന്നുണ്ട് എന്നാണ് അവർക്കിടെ പറയല്. അതിൻ്റെ യഥാർത്ഥം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. കാരണം അവരെന്ത് പ്രവൃത്തി ചെയ്തു, എന്ത് ചെയ്തു എന്നുള്ളത് നോക്കാനോ ചോദിക്കാനോ പറയാനോ പാടില്ല. അപ്പം തന്നെ കൃത്യനിർവഹണത്തിന് തടസ്സം നേരിട്ടു എന്ന് പറഞ്ഞ് നമ്മളെ പ്രതിയാക്കുകയാണ്. അങ്ങനെ ഈ അയൽവക്കത്തുള്ള ഒരുപാട് വീട്ടിലെ കർഷകന്മാരും വിവിധ തരത്തിൽ കേസിൽ പ്രതികളാണ്. ഒരു നമ്മളിപ്പോൾ താമസിക്കുന്ന ഈ വീട്ടിലേക്ക് ഇതിലല്ലാണ്ട് പിന്നെ നമുക്കൊരു റോഡ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതല്ല നമ്മുടെ പ്രോപ്പർ വഴി, ഈ വഴി. ഇപ്പോൾ ഈ വഴി ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കേസെടുത്തു. ആ കാണുന്ന കടേൻ്റെ മുന്നിൽ ആ ഇൻ്റർലോക്ക് ഇട്ടതിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. നിലവിൽ കോടതിയിൽ കേസുണ്ട്. ഈ വഴി കോൺക്രീറ്റ് ഇട്ടതിൻ്റെ പേരിലോ? കോൺക്രീറ്റ് ഇട്ടാൽ അപ്പം തന്നെ അത് കേസെടുക്കും. അതുപോലെ തന്നെ ഈ കാണുന്നതാ
ഈ കാണുന്ന ആ കോൺക്രീറ്റ് ചെയ്തതിൻ്റെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്. അത് ഇത്രയും ജനങ്ങളെ പറമ്പല്ലേ അത്? അവരുടെ പറമ്പല്ലേ ആണ്. പക്ഷേ ഇതിൻ്റെ സൈഡിൽ ഇവർ ഒരു കുറഞ്ഞ ഒരു ദൂരത്തിൽ ഒരു 3-5 മീറ്ററോളം ദൂരത്തിൽ ഫോറസ്റ്റ് അതിരാണ് വരുന്നത്. ആ ഒരു പേര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്നത്. ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള ഒരൊറ്റ ഒരു മാർഗം മാത്രമാണ് ഇവർക്കുടെ മുന്നിലുള്ളൂ. അത് ഏത് വിനയും ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വടക്കനാട് അതുപോലെ തന്നെ വള്ളുവാടി പ്രദേശങ്ങളാണ് നമ്മൾ വന്നത്. അവർ സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ അവർ തന്നെ പകർത്തിയ കുറച്ച് വിഷ്വൽസ് നമുക്ക് കിട്ടിയിരുന്നു. അതും നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് ഫെൻസിങ് ആന മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചാർജ് ചെയ്തിട്ട് അധികം നാളാകുന്നില്ല, 1-2 മാസങ്ങളായിട്ടുള്ളൂ. അതിനുള്ളിൽ ഇത് ഇത്തരത്തിൽ നശിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു. കാരണം ഇവിടെ അത്രത്തോളം ബുദ്ധിമുട്ടി തന്നെയാണ് ആളുകൾ കൃഷി ഇറക്കിക്കൊണ്ടിരുന്നത്. കാട്ടാനയോട് പോരാടി തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു ഫെൻസിങ് അവരേറെ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു ഫെൻസിങ്ങാണ്. ഇതിന് മുന്നത്തെ പല വീഡിയോസിലും നമ്മൾ പറയുമ്പോൾ ആളുകൾ നമ്മളോട് വലിയ കാര്യമായിട്ട് പറയുന്നത് ഇനിയിപ്പോൾ ഫെൻസിങ് വരുന്നുണ്ട്, അത് കഴിയുമ്പോൾ നമുക്ക് ആശ്വാസമാകും എന്നുള്ളതൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. മുട്ടിക്കൊമ്പൻ എന്ന് പറയുന്ന ആന വളരെ വിദഗ്ധമായിട്ട്, അതും മറിച്ചിടാൻ അറിയാവുന്ന ഒരു ആനയാണ്, എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന ഒരു ആനയാണ്. ആന അത് നശിപ്പിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താവുമെന്ന് പോലും ഇപ്പോൾ ആളുകൾ വലിയൊരു ആശങ്കയിൽ തന്നെ അവരും അതിനെ നേരിടുന്ന കേട്ടോ. ഏതായാലും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് വടക്കനാട് വള്ളുവാടി പ്രദേശത്തുള്ള ആളുകളുള്ളതെന്ന് എന്ന കാര്യത്തിലൊരു സംശയമുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.